ബിജെപിയോട് എൽഡിഎഫിന്റെ ഭാഗമായി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് ബിജെപിയോട് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാര്യമായ സിപിഎം വോട്ടുകളൊന്നും മണ്ഡലത്തിലില്ല എന്നും അദ്ദേഹം പല സ്ഥലത്ത് പ്രസംഗിച്ചു. അതല്ലേ ഇപ്പൊ പറയുന്നതല്ലേ. ഇപ്പൊ അതല്ല, അദ്ദേഹം ഇതിനേക്കാളും അധികം അദ്ദേഹം പറയാൻ നിർബന്ധിതനാവും. കാരണം സിപിഎം വോട്ടല്ലാതെ പിന്നെ ഏത് വോട്ടാ അദ്ദേഹത്തിന് കിട്ടിയത്? ആരാ അദ്ദേഹത്തെ ഇവിടെ വിജയിപ്പിച്ചത്? അദ്ദേഹമാക്കിയത് ചെറുപ്പം നാൾ തൊട്ടേ ഞങ്ങളെ പാർട്ടിയല്ലേ. നിങ്ങൾ കാണേണ്ടത്, ഒരാള് പാർട്ടിയിൽ വളർന്നു വരുന്നത് അയാള് എല്ലാ തരത്തിലും പൂർണ്ണവാനായിട്ടല്ല. ഒരു മനുഷ്യനെന്ന നിലക്കുള്ള കുറവുകളും പോരായ്മകളും ഒക്കെ ഓരോ ആൾക്കും ഉണ്ടാവും. ആ കുറവുകളും പോരായ്മകളും ഒക്കെ നല്ല നിലക്ക് ഇടപെട്ട് തിരുത്തി നല്ലതുപോലെ വളർത്തിയെടുക്കുന്ന നിലയാണ് പാർട്ടി സ്വീകരിക്കുക. അതാണ് ഇദ്ദേഹത്തിന്റെ കാര്യത്തിലും പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി ഓരോ ഘട്ടത്തിൽ ആദ്യം വിദ്യാർത്ഥി പ്രവർത്തനം, പിന്നെ പാർട്ടിയിൽ മറ്റു വിവിധ സംഘടനകളുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം, അതിലൂടെയൊക്കെ അദ്ദേഹത്തിന് ആർജിക്കാൻ കഴിഞ്ഞ അറിവ് അത് പാർട്ടിയിലൂടെ ലഭിച്ചതാണല്ലോ. പാർട്ടിയാണല്ലോ അദ്ദേഹത്തെ വളർത്തുന്നത്. ആ പാർട്ടിയെ ആകെ തള്ളിപ്പറഞ്ഞ് എനിക്ക് പാർട്ടിയുടെ വോട്ടൊന്നും ആയിരുന്നില്ല, മറ്റേതോ വോട്ടായിരുന്നു എന്നത് അത് നിങ്ങൾക്കെല്ലാം അറിയാവുന്നില്ലേ. നിങ്ങളെല്ലാം ഈ ജില്ലക്കാരാണല്ലോ. നിങ്ങൾ അല്പം ഒരു ചിരിയോടെയായിരിക്കുമല്ലോ അത്തരം വാദങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാകുക. പിന്നെ CPIM-നെതിരെ പറയുന്നതായതുകൊണ്ട് ചെറുക്കൊരു സുഖം തോന്നുന്നു മാത്രം. പക്ഷെ എന്നാലും ഇത്തരം കാര്യങ്ങളിലെ ഒരു പരിഹാസ്യത എല്ലാവർക്കും ബോധ്യമാകുമല്ലോ. നിർണായകമായ ആരോപണം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. അതായത് കൃഷ്ണപിള്ള സ്മാരകം തകർന്ന സമയത്ത് പാർട്ടിയുടെ ജില്ലാ നേതൃത്വം ആ വിഷയം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും സംസ്ഥാന നേതൃത്വം ഇടപെട്ട് അതിനെ തടഞ്ഞു എന്നുള്ളതാണ്. അതിൽ സജി ചെറിയാനെ സംശയമുലയിൽ നിർത്തിക്കൊണ്ടുള്ള ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം അതിനേക്കാളും അപ്പുറവും പറയും. അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഈ തന്റെ ഭൂതകാലം അദ്ദേഹത്തിന് നിഷേധിക്കണം. അപ്പോൾ ഭൂതകാലത്തെ ഏതെല്ലാം തരത്തിൽ ഇപ്പൊ ചേർന്നവർക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയോ അതിനു വേണ്ടിയുള്ള ശ്രമം അദ്ദേഹം നടത്തും. അതിന് CPIM-നെയും CPIM-ന്റെ പ്രധാനികളെയും നല്ല നിലക്ക് ആക്രമിക്കാൻ അദ്ദേഹം തുനിയും. അതിന്റെ ഭാഗമാണ് ഇവിടെ സജി ചെറിയാൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ജില്ലയിലെ നല്ല നിലക്ക് വളർന്നു വന്ന ഒരു പാർട്ടി നേതാവാണല്ലോ. പക്ഷേ ആ സഖാവിനോട് അദ്ദേഹത്തിന് എത്രമാത്രം വൈമുഖ്യമുണ്ടായി എന്താണല്ലോ ഈ പ്രസ്താവനയിലൂടെ കാണുന്നത്. അങ്ങനെ ഒരു നില എടുത്തു പോകേണ്ട കാര്യമുണ്ടോ? ഒരാളെ വ്യക്തിപരമായി വളർന്നു വരുന്നത് മറ്റാരും ഇവിടെ വളരണ്ട എന്നൊരു നിലപാട് അങ്ങനെ സ്വീകരിച്ചു പോകേണ്ട കാര്യമുണ്ടോ? അതുകൂടിയില്ലേ അതിന്റെ പിന്നിൽ? അങ്ങനെയൊക്കെയാണോ കാണേണ്ടത് കാര്യങ്ങൾ? നിലനിൽക്കുന്ന ഒരു മണ്ണായിരുന്നു. അപ്പോൾ ആ മുന്നേറ്റത്തിന്റെ പോരാട്ട സ്മരണകൾ പാർട്ടി ഈ ഘട്ടത്തിൽ തുണയ്ക്കുന്നു തന്നെയല്ലേ? ഭുവനേശ്വരൻ നമ്മുടെ അനശ്വരനായ ഒരു രക്തസാക്ഷിയാണ്. ആ രക്തസാക്ഷിത്വത്തിന്റെ സ്മരണ അതിനെ അറത്തിമാറ്റി ഇപ്പൊ ചെന്നുപെട്ട ക്യാമ്പിനെ ന്യായീകരിക്കത്തക്ക രീതിയിലാണ് അദ്ദേഹം ഒരു പ്രസ്താവന അതുമായി ബന്ധപ്പെട്ട് നടത്തിയത്. അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ചെന്നുപെട്ട ക്യാമ്പിനെ നല്ല നിലക്ക് പിന്താങ്ങുന്നതിന് വേണ്ടി അവരുടെ മുന്നിൽ ഇദ്ദേഹം ഒരു യോഗ്യനാണെന്ന് കാണിക്കാൻ വേണ്ടി ഏതിനെയും തള്ളിപ്പറയാൻ അദ്ദേഹം തയ്യാറാവും. ഭുവനേശ്വരന്റെ സ്മരണ നല്ല നിലക്ക് നിലനിൽക്കുകയാണ്. അത്തരം രക്തസാക്ഷികളുടെ സ്മരണ മുൻനിർത്തി തന്നെയാണ് പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനോട് നീതി ചെയ്യുന്ന തീരുമാനങ്ങൾ തന്നെയാണ് പൊതുവിലുണ്ടാകാൻ പോകുന്നത്. FCRA വിഷയത്തില് നമ്മൾ കാണേണ്ടത് ഇത് വലിയ തോതിൽ അപകടം ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് കണക്ക് കൊടുത്തില്ലെങ്കിൽ പോലും ഇത്തരം സംഘടനകളെ അവരുടെ സ്വത്തുക്കളെല്ലാം കൈവശപ്പെടുത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് വ്യക്തമാണ് നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക. ഇപ്പോൾ നല്ല ആശങ്ക പൊതുവെ
ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ധാരാളം ക്രൈസ്തവ മേധാവികൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്ക പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ ഈ ആശങ്കയൊന്നും ഗവൺമെന്റ് പരിഗണിക്കുന്നില്ല. ഇവിടെയാണ് നമ്മൾ കാണേണ്ടത്, ഒരു ഗവൺമെന്റ് രാജ്യത്തെ ജനങ്ങളെ ആകെ ഒന്നിച്ചു നിർത്തിയല്ലേ പോകേണ്ടത്. അതിൽ ന്യൂനപക്ഷ വിഭാഗത്തെ പ്രത്യേകമായ ഒരു ശത്രുതയോടെ സമീപിക്കുന്ന നില ഗുണകരമായിട്ടുള്ളതാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് അതാണ് സ്വീകരിക്കുന്നത്. ആ സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ രാഷ്ട്രീയം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ആ രാഷ്ട്രീയം കേന്ദ്ര ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്നത് BJP ആണ്. BJPക്ക് നേതൃത്വം കൊടുക്കുന്നത് RSS ആണ്. RSS അംഗീകരിച്ച നയമുണ്ട്. ആ നയമനുസരിച്ച് 3 ആഭ്യന്തര ശത്രുക്കളാണ് അവർക്ക്. ആ 3-ൽ 2 മുസ്ലിമും ക്രിസ്ത്യനുമാണ്, അതായത് ന്യൂനപക്ഷമാണ്. ഇത് പരസ്യമായി പറഞ്ഞവരാണ് അവർ, രഹസ്യമല്ല. അതിന്റെ ഭാഗമായുള്ള നടപടികളാണ് തുറന്നു വരുന്നത്. അപ്പോൾ അത്തരം വിഭാഗങ്ങളെ എങ്ങനെയൊക്കെ അപായപ്പെടുത്താൻ പറ്റും, ഇതാണ് സ്വാഭാവികമായി RSSും സംഘപരിവാറും ആലോചിക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള നടപടികളാണ് തുറന്നു വരുന്നത്. ഇവിടെ തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടുമെന്ന് നോക്കാൻ ചില മാരീച വേഷക്കാര് ഇറങ്ങാറുണ്ട്. ചില ഘട്ടത്തിൽ കേക്കൊക്കെ ആയിട്ട് അരമനയിൽ പോകാറുണ്ട്. ഇതൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ അതൊക്കെ അവരുടെ യഥാർത്ഥ ഉദ്ദേശം മറച്ചു വെച്ചുള്ള കാര്യങ്ങളാണ്. യഥാർത്ഥ ഉദ്ദേശം എല്ലാവർക്കും വ്യക്തമാണ്, എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ചില ഭിക്ഷാന്തേഹികൾ അവരുടെ കൂട്ടത്തിൽ ചെന്ന് എന്തും വിളിച്ചു പറയുന്ന അവസ്ഥ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ പറഞ്ഞ രീതിയിൽ ക്രൈസ്തവ പുരോഹിതന്മാരെ കുറിച്ചൊക്കെ ചിലർ പറഞ്ഞിട്ടുണ്ടാകും. അത് BJPയെ അല്ലെങ്കിൽ RSSനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. അവരെത്തിപ്പെട്ട ക്യാമ്പിൽ നിന്ന് അവരുടെ കൂറ് വ്യക്തമാക്കാൻ തങ്ങൾ ഉൾക്കൊള്ളുന്ന വിഭാഗങ്ങളെ ആകെ തള്ളിപ്പറയാൻ തയ്യാറാവുകയാണ്. ഈ രീതിയിലല്ലെങ്കിലും ഒരു കേന്ദ്രമന്ത്രിയും ഇതിനെയൊക്കെ ന്യായീകരിച്ച് സംസാരിച്ചത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ മത്സരിക്കുന്നത് അതൊക്കെ ശരിയായ രീതിയിൽ ജനങ്ങൾ തിരിച്ചറിയണം. ഇതെല്ലാം മതനിരപേക്ഷത കാപത്തുണ്ടാക്കുന്ന കാര്യമാണ്. മതനിരപേക്ഷതയ്ക്കെതിരെ വീഴുന്ന വെല്ലുവിളി ശരിയായ രീതിയിൽ നേരിട്ടുകൊണ്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്.